ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥ നമുക്ക് രസകരമാണെങ്കിലും ഇത് അനുഭവിച്ചവര് ഒട്ടും തന്നെ രസകരമല്ലായിരുന്നു. അപ്പോൾ അതെന്താ ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം സംഭവിക്കുന്നത് 2005 ഒക്ടോബറിൽ വെച്ചിട്ടാണ്. കാലിഫോർണിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതൊക്കെ നടക്കുന്നത്. 21 വയസ്സുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നെയ്തൻ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യുന്ന ഒരു സമയത്താണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത്. നെയ്തന്റെ അമ്മ താമസിച്ചിരുന്നത് ഒരു അപ്പാർട്ട്മെന്റിലാണ്. അപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗസ് ചെയ്യാന്നുള്ളൂ. അത് അത്യാവശ്യം സെക്യൂർ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. ഒരുപാട് ക്യാമറയും അത്യാവശ്യം സെക്യൂർ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ഈ ഒരു അപ്പാർട്ട്മെന്റ് സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെല്ലാവരും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. അതായത് നോയ്സി ആയിട്ടുള്ള നെയ്ബേഴ്സ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ സാധാരണ പോലെ നെയ്തന്റെ അമ്മ വീട്ടിൽ പോവുകയും ആദ്യമൊക്കെ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം നെയ്തൻ ഈ അപ്പാർട്ട്മെന്റിലത്തെ തന്നെ ഏറ്റവും വലിയ റൂമായിട്ടുള്ള ഗസ്റ്റ് റൂമിലാണ് കിടന്നത്. സ്ഥലം മാറി കിടന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല, നെയ്തിന് പെട്ടെന്ന് ഉറക്കം വന്നില്ല. അതുകൊണ്ട് തന്നെ നെയ്തിന് പുറത്തുള്ള സൗണ്ടുകൾ, അതായത് റോഡിലൂടെ പോകുന്ന വണ്ടികളുടെ ട്രാഫിക്കും ജീവികളുടെ ഒച്ചയും അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ആംബിയന്റ് നോയ്സ് ഒക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ കിടന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നെയ്തൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ ഏകദേശം ഒരു 2 മണിയോടായപ്പോൾ നെയ്തൻ എന്തോ കാരണം കൊണ്ട് എണീറ്റു. എന്ത് കാരണം കൊണ്ടാണ് നെയ്തൻ എണീറ്റെന്നുള്ളത് നെയ്തിന് മനസ്സിലാവുന്നില്ല. പക്ഷെ നെയ്തൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ അത്ര നേരം കേട്ടിട്ടുണ്ടെന്ന് ഒച്ചകൾ, അതായത് ട്രാഫിക്കിന്റെ ഒച്ചയായിക്കോട്ടെ, ചീവീടിന്റെ ഒച്ചയായിക്കോട്ടെ, റൂമിലുള്ള ഒരു ആംബിയൻസ് ഇല്ലേ, അതൊന്നും നെയ്തൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. ഒരു ഓക്വേർഡ് സൈലൻസ് ആയിരുന്നു നെയ്തൻ അപ്പൊ കേട്ടോണ്ടിരുന്നത്. ഇത് കണ്ടപ്പോ തന്നെ നെയ്തന് ചെറിയ പേടിയൊക്കെ തോന്നിയെങ്കിലും നെയ്തന്റെ കിളി പോയപ്പോഴാണെന്നറിയോ, നെയ്തന്റെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നെയ്തൻ ഫുള്ളി അവേക്കാണ്, പക്ഷെ നെയ്തന്റെ ശരീരത്തിലുള്ള ഭാഗങ്ങളൊന്നും തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു സിറ്റുവേഷനാണ് ശരിക്കും സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. പേഴ്സണലി ഞാനും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയിട്ടുണ്ട്. അത്യാവശ്യം വിയേർഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതായത് നമ്മളിങ്ങനെ എണീറ്റിരിക്കും, പക്ഷെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു ഭാഗം അനക്കാൻ കഴിയില്ല. ഇപ്പൊ കൈ വെക്കണം, കാല് വെക്കണം എന്നൊക്കെ നമ്മൾ മൈൻഡിലൂടെ പോവുകയാണെങ്കിലും നമ്മുടെ കൈ അതിനോട് റെസ്പോണ്ട് ചെയ്യില്ല. വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതേ സംഭവം തന്നെയാണ് നെയ്തനും ആ രാത്രി സംഭവിച്ചത്. അപ്പോ നെയ്തന്റെ ചുറ്റുപാട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാൻ നെയ്തിന് ആകെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നെയ്തിന്റെ കണ്ണുകൾ ഉപയോഗിച്ച് മാത്രമാണ്. അതായത് കണ്ണ് ചുറ്റും ഓടിക്കുന്നതിലൂടെ മാത്രമാണ് നെയ്തിന് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. നെയ്തിന് കിടക്കുന്നതിന്റെ ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജനൽ കാണാൻ പറ്റും. നേരെ മുമ്പിലാണെങ്കിൽ ചെറിയൊരു ടേബിൾ ഇട്ടേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ തൊട്ട് സൈഡിലാണെങ്കിൽ ഒരു ഡോറ് കാണാൻ പറ്റും. ഈ ഡോറിൽ കൂടെയാണ് നമുക്ക് ആ റൂമിലേക്ക് കയറാൻ കഴിയുക. അപ്പോ അത്രയും കാര്യങ്ങളാണ് ശരിക്കും നെയ്തിന് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതൊക്കെ നോക്കിക്കൊണ്ട് നെയ്തൻ വളരെ ഹെൽപ്ലെസ് ആയിട്ട് കട്ടിൽ കിടക്കുകയാണ്. അപ്പോഴാണ് നെയ്തൻ വേറെന്തോ ഒരു സംഭവം കൂടി ശ്രദ്ധിക്കുന്നത്. ആദ്യം ഇത് കണ്ടപ്പോൾ നെയ്തൻ വിചാരിച്ചത് ഇതൊരു ഇല്യൂഷൻ മാത്രമാണ്, വേറെ എന്തെങ്കിലും ഒരു സംഭവത്തെ കണ്ടതായിട്ടായിരിക്കും വിചാരിച്ചത്. പക്ഷെ അത് എന്താണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നെയ്തൻ വീണ്ടും അതുമ്പോട്ട് തന്നെ നോക്കിയെന്നു. അപ്പോഴാണ് നെയ്തൻ ആ ഞെട്ടിക്കുന്ന സംഭവം കാണുന്നത്. വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു രൂപം ഈ ഡോറിന്റെ സൈഡിൽ നിൽക്കുന്നതായിട്ടാണ് നെയ്തൻ കാണുന്നത്. ഇത് മനസ്സിലാക്കിയ നെയ്തൻ ആദ്യം ഞെട്ടിയെങ്കിലും പിന്നെ വിചാരിച്ചത് എന്തെങ്കിലും കള്ളന്മാരായിരിക്കും എന്നുള്ളത്. അതിനേലും പുറമെ ഇദ്ദേഹം വിചാരിക്കുന്നത് ഇതൊരു സ്വപ്നമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നെയ്തന്റെ അവസ്ഥ എന്താ വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ട്, അതേ സമയത്ത് തന്നെ വളരെയധികം പേടിയുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി നെയ്തന്റെ മുഴുവൻ സ്ട്രെങ്ത് ഉപയോഗിച്ച് കഴുത്തൊന്ന് പൊക്കി ഇങ്ങനെ നോക്കാൻ നോക്കി. അതായത് നെയ്തൻ സ്ലീപ്പ് പാരാലിസിസിലായതുകൊണ്ട് തന്നെ നെയ്തന്റെ ബോഡി നെയ്തനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ആ ഒരു പേടിയും ക്യൂരിയോസിറ്റിയും കൊണ്ട് നെയ്തന്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് കഴുത്ത് പയ്യെ ഇങ്ങനെ ഒന്ന് പൊക്കി നോക്കി. അപ്പോഴാണ് നെയ്തൻ ആ ഒരു രൂപത്തിന്റെ മര്യാദ കാണുന്നത്. അപ്പോഴാണ് നെയ്തൻ ആ ഒരു കാര്യം മനസ്സിലായത്, ഇതൊരു സ്വപ്നമല്ല, ഇതൊരു റിയാലിറ്റിയാണ്. നെയ്തനൊപ്പം തന്നെ ആരോ ആ റൂമിലുണ്ടെന്നുള്ളൊരു കാര്യം നെയ്തന് മനസ്സിലായി. ഈ രൂപത്തിനെ വളരെ ക്യൂരിയോസിറ്റിയോടെ പേടിയോടെ നെയ്തൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നെയ്തന്റെ സ്ട്രെങ്ത് പോവുകയും നേരെ കട്ടിൽ പോയി വീഴുകയും ചെയ്തത്. അതിനുശേഷം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി നെയ്തൻ പിന്നെയും ഒന്ന് കഴുത്തെത്തി നോക്കി. കാരണം ഇതെന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ 2ാമത്തെ തവണ വീണ്ടും നെയ്തൻ ഉള്ള ശക്തി മുഴുവൻ ഉപയോഗിച്ച് കഴുത്തിങ്ങനെ എത്തി നോക്കുമ്പോഴുണ്ട് ഈ ഒരു സംഭവം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, അനങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് നെയ്തന്റെ സ്ട്രെങ്ത് പോയിട്ട് പിന്നെ താഴത്തേക്ക് വീഴുന്നു. പക്ഷേ ആ വീഴുന്ന ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ നെയ്തൻ കണ്ടെന്ന് വെച്ചാൽ ഈ ഒരു രൂപം താഴത്തേക്ക് പോകുന്നതായിട്ടാണ്. അത്രയും നേരം അനങ്ങാണ്ടിരുന്ന ആ ഒരു രൂപം പെട്ടെന്ന് താഴത്തേക്ക് മറയുന്ന ആ ഒരു വിഷ്വൽ നെയ്തൻ ശരിക്കും കണ്ണുകൊണ്ട് കണ്ടു. അതും കൂടി ആയപ്പോൾ നെയ്തന്റെ കിളി പോയി. നെയ്തന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്റെ ബോധം എന്തായാലും പോയനെ. പക്ഷെ നെയ്തൻ എന്തുകൊണ്ടോ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നെയ്തൻ ഹെൽപ്ലെസ് ആയിട്ട് വീണ്ടും ആ ഒരു പാരാലിസിസ് സ്റ്റേറ്റിൽ ഇങ്ങനെ കിടക്കുകയാണ് ഉണ്ടായത്. ഇത്രയും നേരം നെയ്തന് കൺഫ്യൂഷനും പേടിയാണ് ഉണ്ടായത്. ഇപ്പോ അത് പേടി മാത്രമായിട്ട് മാറി, ഒടുക്കത്തെ പേടിയായിട്ട് മാറി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ഈ ഒരു സാധനം നെയ്തിന്റെ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ടുള്ള ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. അതായത് ആ കാലത്തെ ഫ്ലോറിംഗ് എന്നൊക്കെ പറയുന്നത് ഈ മരം കൊണ്ടുള്ള പാനലിങ്ങിന്റെ ഫ്ലോറിംഗ് അല്ലേ, അതുകൊണ്ട് അതിൽ കൂടെ നടക്കുന്ന ആ ഒരു ശബ്ദവും
ഈ ഒരു സംഭവം ശ്വസിക്കുന്ന സൗണ്ട് ഒക്കെ ഇങ്ങനെ അടുത്തേക്ക് വരുന്നതായിട്ട് ഇദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, പണി പാളിയെന്നുള്ളത്. ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒന്ന് ഉറക്കം കാറാൻ പോലും പറ്റാതെ നെയ്തൻ വളരെ ഹെൽപ്ലെസ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ഈ ഒരു രൂപം നെയ്തന്റെ അടുത്തിങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് നെയ്തന് മനസ്സിലായി. അങ്ങനെ ശബ്ദത്തിന്റെ പ്രോക്സിമിറ്റിയിലൂടെ നെയ്തന് ഒരു കാര്യം മനസ്സിലായി, ഈ രൂപം നെയ്തന്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ടെന്നുള്ളത്. പക്ഷെ അതിനെ നോക്കാൻ നെയ്തന് ഇങ്ങനെ ധൈര്യം വരുന്നില്ല, ഇതെന്തായിരിക്കും അറിയാനുള്ള ധൈര്യം നെയ്തന് വരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ആ ഒരു ഇനീഷ്യേറ്റീവ് ഈ ഒരു പ്രേതം പോലത്തെ ഒരു സംഭവം എടുത്തിട്ട് നെയ്തന്റെ നേരെ മുമ്പിലേക്ക് ഇങ്ങനെ തലയിട്ടിങ്ങനെ വന്നു. അപ്പോഴാണ് നെയ്തനൊരു കാര്യം മനസ്സിലായത്, നെയ്തന് ശരിക്കും ഒരു ജയിലിൽ പെട്ട പോലെയാണ്. അതായത് അദ്ദേഹത്തിന്റെ ബോഡി എന്ന ഒരു ജയിലിൽ പെട്ട ഒരു അവസ്ഥയാണ്. നെയ്തന് അവിടെ നിന്ന് ഇറങ്ങി ഓടണമെന്നുണ്ട്, പക്ഷെ നെയ്തന് ഇത് പറ്റുന്നില്ല. ആകെ മൊത്തത്തിൽ പ്രശ്നമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും അവിടെ സംഭവിച്ചത്. അങ്ങനെ കുറച്ചു നേരം ഈ രൂപം നെയ്തനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം പയ്യെ താഴോട്ട് പോവുകയാണ് ഉണ്ടായത്. എന്നിട്ട് സംഭവിച്ച കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും. അതായത് ഈ പ്രേതം പോലത്തെ ഈ ഒരു സംഭവം, ഈ രൂപമില്ലേ, നെയ്തൻ കിടന്നുകൊണ്ടിരുന്ന ആ ഒരു കട്ടിലേക്ക് പയ്യെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഈ കട്ടിൽ എന്ന് പറയുന്നത് ഒരു സ്പ്രിങ് കൊണ്ട് ഉണ്ടാക്കിയ കട്ടിലാണ്. അപ്പോൾ ഈ സ്പ്രിങ് കിടന്ന് അനങ്ങുന്ന ഒരു സൗണ്ടൊക്കെയാണ് നെയ്തൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നുള്ള ഒരു കാര്യം നെയ്തന് ഗസ് പോലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഈ ഒരു രൂപം നെയ്തന്റെ മേത്തേക്ക് പയ്യെ കയറി തുടങ്ങി. ഇതും കൂടി ആയപ്പോൾ നെയ്തന്റെ ബോധം പോണ അവസ്ഥ വരെ എത്തിയെങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഈ ഒരു രൂപം നെയ്തന്റെ നെഞ്ചത്ത് കയറി ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇദ്ദേഹത്തിന് ഉണ്ടായത്. അതായത് ആ ഒരു രൂപത്തിന്റെ വെയിറ്റ് മുഴുവനും നെയ്തന്റെ നെഞ്ചത്തേക്ക് ഫീൽ ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഏതൊരു മനുഷ്യനും ഇത്രയും എക്സ്ട്രീം ലെവലുള്ള പേടി അനുഭവപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നെയ്തന്റെ കയ്യിൽ നിന്ന് പോവുകയും കാറുകയും ചെയ്തു. നെയ്തന്റെ തൊള്ള തുറന്ന് കാറി. നെയ്തൻ ഒച്ച ഉണ്ടാക്കിയ ഒരു മൂവ്മെന്റിൽ തന്നെ നെയ്തന്റെ ബോഡിയുമായിട്ടുള്ള ഒരു കൺട്രോൾ കിട്ടുകയും ആ ഒരു സ്പോട്ടിൽ തന്നെ ആ ഒരു രൂപം എങ്ങോട്ടോ പോയി. അത് എങ്ങോട്ടോ പോയെന്ന് നെയ്തന് മനസ്സിലാവുന്നില്ല. അതോടൊപ്പം നെയ്തൻ ഉറങ്ങിയ ഒരു സമയത്ത് കേട്ടോണ്ടിരുന്ന ആംബിയൻ നോയ്സസ് എല്ലാം പിന്നെ തിരിച്ചു വന്നു. അതുകൂടി ആയപ്പോൾ നെയ്തനൊരു കാര്യം ഉറപ്പിച്ചത് വെറും ഒരു സ്വപ്നമാണ്, വേറൊന്നല്ല എന്നുള്ളത്. പക്ഷെ ആ രാത്രി നെയ്തന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ നെയ്തന്റെ വീട്ടിലേക്ക് പോവുകയും ഈ ഒരു സംഭവത്തെ പറ്റി പയ്യെ മറക്കാൻ തുടങ്ങി. ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഇത് മറക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു, കാരണം അത്രയും എക്സ്ട്രീം ലെവലുള്ള ഒരു ഫിയർ ആയിരുന്നു. പക്ഷെ ഇവഞ്ച്വലി നെയ്തൻ അങ്ങനത്തെ ഒരു സംഭവം തന്നെ മറന്നുപോയി. അങ്ങനെ ഏകദേശം ഒരു വർഷം മുന്നോട്ട് പോയി. ഇപ്പൊ സമയം 2006 ആണ്. അപ്പോൾ നെയ്തന്റെ ഫാമിലിയിൽ ഒരു പാർട്ടി നടക്കുകയാണ്, ഒരു ഗെറ്റ് ടുഗദർ പോലത്തെ ഒരു പാർട്ടി നടക്കുകയാണ്. ആ സമയത്ത് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങനെ കൂടി ചേരുകയും ആ സമയത്താണ് നെയ്തൻ ഒരുപാട് നാളുകൾക്ക് ശേഷം നെയ്തന്റെ പെങ്ങളെ കാണുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവർ രണ്ടുപേരും കണ്ടുകൂട്ടിയത് കൊണ്ട് തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നെയ്തൻ പയ്യെ ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. കാരണം നെയ്തൻ ഇതിനെപ്പറ്റി ശരിക്കും മറന്നുപോയി. പക്ഷെ ഇവർ തമ്മിൽ ഇങ്ങനെ അത്യാവശ്യം ഫ്രീ ആയിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നെയ്തൻ തുറന്നടിച്ചിങ്ങനെ പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആദ്യം നെയ്തന്റെ സിസ്റ്റർ ഇതൊക്കെ കേട്ടിരുന്നെങ്കിലും നെയ്തന്റെ സിസ്റ്ററിന് ഒരു പേടിയോ ഒരു അത്ഭുതം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതേ അനുഭവം തന്നെ, ഈ എക്സാക്ട് സെയിം സംഭവം തന്നെ നെയ്തന്റെ സിസ്റ്ററിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ഇതേ സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് നെയ്തന്റെ പെങ്ങൾ ഇതേ അപ്പാർട്ട്മെന്റിൽ ഇതേ റൂമിൽ വെച്ച് ഇതേ അനുഭവം തന്നെ, അതായത് സ്ലീപ്പ് പാരാലിസിസ് എന്നുള്ള ഒരു അനുഭവം, ഇങ്ങനത്തെ ഒരു സ്ത്രീനെ പോലത്തെ ഒരു രൂപത്തെ കണ്ടു എന്നുള്ള ഒരു സംഭവം എല്ലാം അത് എക്സാക്ട്ലി നെയ്തൻ എന്താണ് പറഞ്ഞത് അത് തന്നെ നെയ്തന്റെ പെങ്ങൾക്ക് അനുഭവപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ഇതും കൂടി കേട്ടപ്പോൾ നെയ്തന് ഒരു കാര്യം കൺഫേം ചെയ്യാൻ പറ്റി, ഇത് സ്വപ്നമല്ല, ഇത് ശരിക്കും നടന്ന ഒരു സംഭവം എന്നുള്ളത്. പക്ഷേ അത് ശരിക്കും ഉൾക്കൊള്ളാനുള്ള ഒരു ശക്തി ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഇതൊരു തമാശയായിട്ടാണ് കണ്ടത്. അതായത് രണ്ടുപേരും ജസ്റ്റ് ലാഫ് ചെയ്ത് അങ്ങോട്ട് വിട്ടു. അങ്ങനെ വീണ്ടും ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. നെയ്തന്റെ അമ്മ ആ ഒരു അപ്പാർട്ട്മെന്റ് വിട്ടിട്ട് വേറൊരു ഇൻഡിപെൻഡന്റ് വീട്ടിലേക്ക് താമസം മാറി. ഈ വീട് എന്ന് പറയുന്നത് ഒരു 2 നില വീടാണ്, അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീട് തന്നെയാണ്. നെയ്തന്റെ അമ്മ വേറെ വീട്ടിലേക്ക് താമസം മാറിയത് കൊണ്ട് തന്നെ നെയ്തൻ 1-2 ദിവസം അവിടെ പോയി നിൽക്കാന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് ഒരു സഹായം കൂടി ആവുമല്ലോ. അതുകൊണ്ട് നെയ്തന്റെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുകയും ആ ദിവസം രാത്രി ആ വലിയ വീട്ടിലത്തെ ഗസ്റ്റ് റൂമിലാണ് നെയ്തൻ താമസിച്ചത്. ഈ ഗസ്റ്റ് റൂം ആവട്ടെ ഈ വീട്ടിലെ 2ാമത്തെ നിലയിലാണ് ഉള്ളത്. ഇതിനു മുമ്പ് നെയ്തന്റെ അമ്മ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിന്റെ ഗസ്റ്റ് റൂം എങ്ങനെയാണോ അതേ ലേ ഔട്ട് തന്നെയാണ് ഈ ഗസ്റ്റ് റൂമിനുള്ളത്. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു TV സൈഡിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ രാത്രി ആയപ്പോൾ വീണ്ടും നെയ്തന് ഉറക്കം വന്നില്ല, മിക്കവാറും സ്ഥലം മാറി കിടന്നുകൊണ്ടായിരിക്കാം. അപ്പൊ അദ്ദേഹം സൈഡിലുള്ള TV ഒക്കെ ഓൺ ചെയ്ത് അതിനുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നെയ്തൻ അറിയാണ്ട് തന്നെ ഉറങ്ങിപ്പോയി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നെയ്തൻ വീണ്ടും എണീക്കുകയാണ്. ഈ പ്രാവശ്യം നെയ്തൻ എണീറ്റപ്പോൾ നെയ്തന്റെ മനസ്സിലേക്ക് വരുന്നത് പണ്ട് നടന്ന സംഭവങ്ങളാണ്. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നെയ്തന്റെ കൈ ഒന്ന് അനക്കാൻ നോക്കി. പക്ഷേ നെയ്തന്റെ കൈ അനങ്ങിയില്ല, നെയ്തന്റെ കാലനങ്ങുന്നില്ല, കഴുത്ത് അനങ്ങുന്നില്ല.
ആകെ അനക്കാൻ പറ്റുന്നത് നെയ്തിന്റെ കണ്ണുകൾ മാത്രമാണ്. അങ്ങനെ നെയ്തന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ തവണയും നെയ്തൻ സ്ലീപ്പ് പാരാലിസിസിലേക്ക് പോവുകയാണ്. അത്ര നാളെ നെയ്തന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന ഒരു പേടി വീണ്ടും ഇങ്ങനെ പുറത്തേക്ക് വന്നു. ഈ പ്രാവശ്യം വന്നത് വളരെയധികം എക്സ്ട്രീം ആയിട്ടാണ്. നെയ്തിന് വിറയ്ക്കണം എന്നുണ്ട്, പക്ഷെ വിറയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നെയ്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് നെയ്തിന്റെ സൈഡിലുള്ള TV പൈപ്പ് ഫ്ലിക്കർ ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചു. നെയ്തിന് കിടന്നിരുന്ന മുറിയിൽ യാതൊരു ലൈറ്റുകളും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആകെ ഉള്ള ലൈറ്റ് എന്ന് പറയുന്നത് ഈ TV എന്നുള്ള വെട്ടം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ TV ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നെയ്തിന്റെ അറ്റൻഷൻ പെട്ടെന്ന് ഈ TV ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോഴാണ് നെയ്തിനൊരു കാര്യം മനസ്സിലായത്. നെയ്തിൻ ഉറങ്ങിയ ടൈമിൽ കണ്ടുവരുന്ന പ്രോഗ്രാം അല്ലായിരുന്നു ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. TV നോക്കിയ നെയ്തിനൊരു കാര്യം മനസ്സിലായി, അതൊരു പ്രോഗ്രാം അല്ലായിരുന്നു, നേരെ മറിച്ച് ഒരു CCTVയുടെ ഒരു വിഷ്വലായിരുന്നു നെയ്തിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോ അത് എവിടത്തെ വിഷ്വലാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോണ്ട് നെയ്തിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. അതായത് നെയ്തൻ കിടന്നുകൊണ്ടിരുന്ന ഒരു വീടിന്റെ താഴ്ഭാഗത്താണ് അടുക്കള വരുന്നത്. അപ്പോ ആ അടുക്കളയുടെ CCTV വിഷ്വലാണ് ഈ TV ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോ നെയ്തിന് പിന്നെയും പേടി തോന്നി. കാരണം അമ്മയുടെ വീട്ടിൽ CCTV ഉള്ളതായിട്ട് നെയ്തിന് അറിയില്ല. അപ്പോഴാണ് ആ ഒരു CCTVയുടെ നടുക്കേക്ക് ഒരു രൂപം കയറി വരുന്നതായിട്ട് നെയ്തൻ കാണുന്നത്. ഈ TVയുടെ ഫ്രെയിമിന്റെ ഒരറ്റത്ത് നിന്ന് ഈ ഒരു രൂപം നടന്ന് ആ TVയുടെ ഫ്രെയിമിന്റെ നടുക്കേക്ക് വരുന്നതായിട്ടാണ് നെയ്തൻ കാണുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നെയ്തിന്റെ കിളി ഇങ്ങനെ പോയി തുടങ്ങി, ഇങ്ങനെ പേടിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ഈ ഒരു സംഭവം നേരെ CCTV ക്യാമറയിലേക്ക് നോക്കിയാണ് ഉണ്ടായത്. ഈ ഒരു സംഭവം CCTV ക്യാമറയിലേക്ക് നോക്കിയ അതേ സമയത്ത് തന്നെ ഈ TV കട്ടായിപ്പോയി, ഓഫായിപ്പോയി. ആ റൂമിലത്തെ ആകെയുള്ള വെളിച്ചവും കട്ടായി പോയപ്പോൾ ആ റൂം കംപ്ലീറ്റ് പിച്ച് ബ്ലാക്ക് ആയി. നെയ്തിന് ഒന്നും തന്നെ കാണാൻ കഴിയില്ല, ഫുൾ കേൾക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ആദ്യത്തെ ഒരു 10-20 മിനിറ്റോളം പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. ഈ 20 മിനിറ്റ് നെയ്തൻ എങ്ങനെയാണ് സർവൈവ് ചെയ്തതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നെയ്തൻ പിന്നീട് കേട്ടത് വീടിന്റെ ഡൗൺ ഫ്ലോറിൽ ആരോ കിടന്ന് ഓടുന്ന സൗണ്ടാണ്. അതായത് അങ്ങോട്ട് ഓടുന്നുണ്ട്, ഇങ്ങോട്ട് ഓടുന്നുണ്ട്, അവിടേക്ക് ഓടുന്നുണ്ട്, ഇവിടേക്ക് ഓടുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. അപ്പൊ നെയ്തിനൊരു കാര്യം മനസ്സിലായി, ഏത് നിമിഷവും ഈ ഒരു സംഭവം സ്റ്റേഴ്സിൽ കൂടെ കയറി വന്ന് നെയ്തിന്റെ റൂമിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന്. കാരണം ഇതിന് മുമ്പുള്ള അനുഭവം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെയാണ് നെയ്തിനൊരു കാര്യം ആലോചിച്ചത്. നെയ്തൻ ഡോർ അടച്ചിട്ടുണ്ടായിരുന്നില്ല, ഡോർ മലർത്തി തുറന്നിട്ടിട്ടാണ് നെയ്തൻ കിടന്നുറങ്ങിയത്. അപ്പോ മൊത്തത്തിലൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്ന ഒരു രൂപം പെട്ടെന്ന് നിൽക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് പയ്യെ ആ ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റെപ്പും ഇങ്ങനെ കയറുന്ന ശബ്ദം ഇങ്ങനെ നെയ്തൻ കേട്ടു. അപ്പൊ നെയ്തനൊരു കാര്യം മനസ്സിലായി, ഇതെന്തായാലും നെയ്തന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. TV ഓഫായിട്ട് കുറച്ചു നേരം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇരുട്ടിനോട് നെയ്തന്റെ കണ്ണ് അഡ്ജസ്റ്റ് ആയി. അതുകൊണ്ട് തന്നെ ചെറിയ ചില കാര്യങ്ങളൊക്കെ നെയ്തന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് നെയ്തൻ നേരെ നോക്കിക്കൊണ്ടിരുന്നത് ആ ഡോറുമോട്ടാണ്. ആ രൂപം നെയ്തന്റെ അടുത്തേക്ക് ആ ഡോറുകളിലൂടെ വരുന്നത് പ്രതീക്ഷിച്ച് വളരെയധികം പേടിയോടെ നെയ്തൻ അവിടെ ഇങ്ങനെ കിടന്നു. വളരെയധികം ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ആ ഡോറിന്റെ അവിടെ കൂടെ ഒരു തല ഇങ്ങനെ പയ്യെ ഇങ്ങനെ വരുന്നതായിട്ട് ഇങ്ങനെ നെയ്തൻ കാണുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ നെയ്തന് വിറക്കണം എന്നുണ്ട്, പക്ഷെ പുള്ളിക്ക് പറ്റുന്നില്ല. ഈ ഒരു രൂപം കുറച്ചു നേരം നെയ്തന് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് പെട്ടെന്ന് ഈ ഒരു സംഭവം ഓടിക്കൊണ്ട് നെയ്തന്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഇത് അത്യാവശ്യം വലിയൊരു റൂം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ദൂരം ഓടാനുണ്ട്. ഇതും കൂടി ആയപ്പോൾ നെയ്തന്റെ കയ്യിൽ നിന്ന് പിന്നെയും പോയി നെയ്തൻ കാറി എണീക്കുകയാണ് ചെയ്തത്. എണീറ്റ ഉടനെ തന്നെ നെയ്തൻ ലൈറ്റ് ഇടുകയാണ് ചെയ്തത്. അപ്പോഴാണ് നെയ്തന്റെ ശരിക്കുള്ള കിളി പോയത്. ഈ ഒരു രൂപം നെയ്തന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഇതേ അനുഭവം ഇദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ ഈ ഒരു സംഭവം പെട്ടെന്ന് മാഞ്ഞു പോവുകയാണ് ചെയ്തത്. പക്ഷെ ഈ പ്രാവശ്യം ലൈറ്റ് ഇട്ടപ്പോഴും ഈ ഒരു സംഭവം നെയ്തന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു 2-3 സെക്കൻഡ് അവിടെ നിന്നിട്ടുണ്ടാവും. അതിനുശേഷം ഈ ഒരു സംഭവം എങ്ങോട്ട് ഓടിപ്പോയി. പക്ഷേ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാണ്ട് നെയ്തിന് ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് നെയ്തിന്റെ അമ്മ ഇങ്ങനെ വരുന്നു. അതായത് എന്താണ് ഒച്ച കിട്ടുന്നൊക്കെ പറഞ്ഞു, ആരുടെ താഴ്ത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒച്ച ചെയ്യാൻ കേട്ടില്ല, അപ്പൊ നീ ആയിരിക്കുന്ന ഓർത്തോണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നെയ്തിന്റെ അമ്മ ഇങ്ങനെ വന്നു. അപ്പോൾ നെയ്തിന്റെ കാറല് കേട്ടിട്ടാണ് ശരിക്കും നെയ്തിന്റെ അമ്മ വന്നത്. നെയ്തിന്റെ അമ്മയും താഴെ ആരൊക്കെ ഓടുന്ന സൗണ്ട് കേട്ടെന്നുള്ള ഒരു കാര്യം കൂടി കേട്ടപ്പോൾ നെയ്തിന്റെ കയ്യിൽ നിന്ന് പോയി. നെയ്തിനുള്ള കാര്യം മുഴുവനും പറഞ്ഞു, ഇതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ നെയ്തിന്റെ അമ്മ ഒട്ടും തന്നെ സർപ്രൈസ്ഡ് ആയിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നെയ്തിന്റെ അമ്മയ്ക്കും ഇതേ അനുഭവം ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. അതായത് ഇങ്ങനത്തെ ഒരു സംഭവത്തെ രൂപത്തെ കാണുന്നുണ്ടെന്നുള്ളത്, ഇങ്ങനത്തെ വീടായിട്ടുള്ള ഒച്ച കേൾക്കുന്നതായിട്ടും അങ്ങനെയുള്ള കഥകളൊക്കെ നെയ്തിന്റെ അമ്മ നെയ്തിനോട് ഇങ്ങനെ പറയുകയാണ്. അതോടെ നെയ്തിനൊരു കാര്യം ഉറപ്പിച്ചു, ഈ വീട് മൊത്തം ഒന്ന് സെർച്ച് ചെയ്യണം എന്നുള്ളത്. കാരണം ഈ ഒരു സംഭവത്തെ വെട്ടത്തിലാണ് നെയ്തൻ കണ്ടത്.
അപ്പൊ എന്തെങ്കിലും കള്ളന്മാരോ അങ്ങനെയുള്ള എന്തെങ്കിലും ആണെന്ന് ഓർത്തുകൊണ്ട് നെയ്തന്റെ അമ്മയും കൂടി ആ വീട് മുഴുവൻ സെർച്ച് ചെയ്തു, ഒരു സംഭവത്തെ പോലും കണ്ടില്ല. അടുക്കളയിലാണെങ്കിൽ CCTV പോയിട്ട് ഒരു സാധനം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ട് നെയ്തന്റെ അമ്മയിനെ മുഖാമുഖം നോക്കിയൊക്കെയാണ്. അപ്പോഴാണ് നെയ്തൻ പറയുന്നത് നെയ്തന്റെ പെങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഒരേ ഫാമിലിയിൽപ്പെട്ട 3 ആളും വിറ്റ്നസ് ചെയ്തത് ഒരേ സംഭവം, അവർ 3 പേര് അനുഭവിച്ചത്, പേടിച്ച് പണ്ടാരം തുടങ്ങിയത് ഒരേ കാര്യം. ഇത്രയും വർഷങ്ങളായിട്ട് നെയ്തന്റെ അമ്മ വിചാരിച്ചിരുന്നത് ഇത് വെറും സ്വപ്നമാണെന്നുള്ളതാണ്. നെയ്തൻ ആദ്യം വിചാരിച്ച പോലെ തന്നെ നെയ്തന്റെ പെങ്ങളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഇവർക്ക് 3 പേരും തമ്മിൽ ഇങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിച്ചപ്പോഴാണ് ഇത് ശരിക്കും നടന്നൊരു സംഭവമായിട്ട് ഇവർക്ക് 3 ആൾക്കും മനസ്സിലായത്. ഒരിക്കലും 3 ആൾക്കും ഇതേ എക്സ്പീരിയൻസ് വരരുത്. ഈ ഒരു നിമിഷം വരെ ഈ 3 ആൾക്കും എന്താണ് സംഭവിച്ചെന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു ഉത്തരം തരാൻ കഴിയുന്നില്ല. ഈ ഒരു സംഭവത്തിന് ശേഷം നെയ്തനോ നെയ്തന്റെ ഫാമിലിയിൽപ്പെട്ട ആർക്കും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് എവിടേക്ക് പോയിന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഇത് എന്താണെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. വല്ലാത്ത വിയേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇത്. സ്റ്റോറി അല്ല, ഇത് ശരിക്കും നടന്നൊരു സംഭവമാണ്. അപ്പോ ഇതിനെപ്പറ്റി ഞാൻ കേട്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ മാത്രമാണ്. പിന്നെ ഇത് നമ്മുടെ സെക്കൻഡ് ചാനൽ റീബ്രാൻഡ് ചെയ്തിട്ട് അഭിയുഗം സ്റ്റോറീസ് ഇട്ടുകയാണ്. ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ നടന്ന സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. അത് വളരെയധികം രസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ ഞാൻ സ്ഥിരം കേൾക്കാറുള്ളതാണ്. പക്ഷേ ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മുടെ മെയിൻ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാവില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ആയിട്ടൊരു ചാനൽ തുടങ്ങിയത്. ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാന്നുള്ള എൻ്റെ ID കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ട ഒരു അനുഭവം ഒരു കഥാരൂപത്തിൽ ഞാൻ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി സ്റ്റോറി ആയിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം. ഇതൊരു സ്റ്റോറി മാത്രമല്ല, ഇത് ശരിക്കും നടക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചാനൽ ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം.